നമസ്കാരം. ന്യൂസ് ഖാനിലേക്ക് ഏവർക്കും സ്വാഗതം. ആഭ്യന്തര കലാപത്തിൽ വെന്തുരുകി ഫ്രാൻസ് എന്ന ക്രൈസ്തവ ഭൂരിപക്ഷ രാഷ്ട്രം കത്തിയമർന്ന ദിനങ്ങളാണ് കടന്നുപോയത്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളിലൊന്നായ പടിഞ്ഞാറൻ യൂറോപ്പിലെ ക്രിസ്തീയ ഭൂരിപക്ഷ രാജ്യം, യൂറോപ്യൻ യൂണിയനിൽ അംഗമായ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്ന്, UN രക്ഷാസമിതിയിലെ സ്ഥിര അംഗമായ രാജ്യം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആപ്തവാക്യം ഉയർത്തി ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച രാജ്യം, ഉന്നതമായ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് അഭയാർത്ഥികൾക്കായി സദാ വാതിലുകൾ തുറന്നിട്ട് കൊടുത്ത രാജ്യം. ലോകത്തിൻ്റെ മുമ്പിൽ ഫ്രാൻസിൻ്റെ വിശേഷണങ്ങൾ ഇതൊക്കെയാണ്. എന്നാൽ മഹത്തായ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവർ അഭയാർത്ഥികൾക്കായി തുറന്നിട്ട വാതിലുകൾ ഇന്ന് അവർക്ക് തന്നെ വിനയായി മാറിയിരിക്കുകയാണ്. കാരണം ആ കുറുക്കുവഴി ഉപയോഗിച്ച് കടന്നു വന്ന് ഫ്രാൻസ് എന്ന ക്രൈസ്തവ ഭൂരിപക്ഷ രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വത്തിലും തണലിലും അഭയം തേടിയവരിൽ വലിയൊരു വിഭാഗം ഭീകരമായ അവരുടെ മറ്റൊരു മുഖം വീണ്ടും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അഭയം തേടി വന്നവർ തീവ്രവാദികളാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും അവർ ഫ്രാൻസിൻ്റെ ഭൂരിപക്ഷം മേഖലയിലേക്കും പടർന്നു പിടിച്ച് രാജ്യത്തിന് പുറത്തുള്ള അന്തർദേശീയ ഭീകര സംഘടനകളോട് ചേർന്ന് ഫ്രാൻസിൻ്റെ അഖണ്ഡമായ അസ്തിത്വത്തിൻ്റെ മേൽ കലാപത്തിൻ്റെ തീക്കൊള്ളികൾ എറിഞ്ഞു കഴിഞ്ഞിരുന്നു. കലാപങ്ങളും രക്തച്ചൊരിച്ചിലുകളും തുടർക്കഥയായി ആ രാജ്യം തന്നെ ഇപ്പോൾ വലിയ അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ജൂൺ 27-ന് നിഹാൽ എന്ന അൾജീരിയൻ 17-കാരൻ പോലീസിൻ്റെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഫ്രാൻസിൻ്റെ വിവിധ ഇടങ്ങളിൽ വംശീയത ആരോപിച്ച് വലിയ അക്രമങ്ങളും കലാപങ്ങളും പൊട്ടിപ്പുറപ്പെട്ടത്. തുടർന്ന് ഇസ്ലാമിക കുടിയേറ്റക്കാർ ഫ്രഞ്ച് സ്റ്റോറുകൾ കൊള്ളയടിച്ചും നഗരങ്ങൾക്ക് തീയിട്ടും മാളുകൾ കത്തിച്ചും കെട്ടിടങ്ങളും കാറുകളും പോലീസ് സ്റ്റേഷനുകളും ലൈബ്രറികളും കടകളും വീടുകളും അപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ തകർത്ത് അവ അഗ്നിക്ക് ഇരയാക്കിയും രക്തസാക്ഷികളുടെ സ്മാരകമെന്നറിയപ്പെടുന്ന പാരീസിലെ ഹോളോകോസ്റ്റ് സ്മാരകം പോലും നശിപ്പിച്ചുകൊണ്ടും അഭയാർത്ഥികളായി വന്നവർക്ക് ആ രാജ്യം നൽകിയ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്ത് ധിക്കാരത്തോടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആസൂത്രിതമായ ലക്ഷ്യത്തോടെ അഭയാർത്ഥികളുടെ ഭാവത്തിലെത്തിയ അധിനിവേശക്കാരായ ഇസ്ലാമിക തീവ്രവാദികൾ ഫ്രാൻസിനെ കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിക കുടിയേറ്റക്കാർക്ക് അഭയം നൽകുന്നത് ആപൽക്കരമാണെന്നും അവർ തിരിച്ച് കടിക്കുമെന്നും ചില നാളുകൾക്ക് മുമ്പ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായ മൗലാന മുഹമ്മദ് തൗഹീദിയുടെ വാക്കുകൾ ഇപ്പോൾ അച്ചട്ടായി മാറിയിരിക്കുകയാണ്. I say, no, you are in a crisis. You went to the Muslim countries and you imported the garbage that the Muslim countries wanted to put in prison or isolate away from society. You went and you imported them. Why? For cheap labor. But these Islamist extremists, they don't want to work. They want free welfare. They want to marry French women, blonde hair, blue eyes. They don't have time to work. So look at Poland. They don't complain from Islamic extremism, not a single terrorist attack in Poland. The moment they sense there's a problem, they crack down on it. Polish policy, beautiful. The French, no, come. When they come, they use the resources. They go to Washington, D.C., and they sit in Congress. They support the Iranian regime. They go against the sanctions in Congress, right, with their hijab. Why? Because the ideology is filth to begin with.
ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പോലെയുള്ള സംഘടനകൾക്ക് ഒരു ഇസ്ലാമിക രാജ്യങ്ങളിലും പ്രവർത്തിക്കാൻ അനുവാദം കിട്ടാതിരിക്കുമ്പോൾ ബ്രിട്ടൻ, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അവരുടെ പതാക പാറിപ്പറക്കുകയാണെന്നും എന്നാൽ അവരുടെ ലക്ഷ്യം അഭയം തന്നവരുടെ രക്തം ചിന്തുകയും അവരെ തിരിച്ചു കടിക്കുകയും ചെയ്യുന്നതാണ് അവരുടെ തനി സ്വഭാവം എന്ന സത്യം ആരും തിരിച്ചറിയുന്നില്ലെന്നും അവരുടെ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കുമ്പോൾ മാത്രം സമാധാനം ഉണ്ടാകുമെന്നും അത് നിഷേധിക്കപ്പെടുമ്പോൾ കലാപമുണ്ടാകുമെന്നും ആകയാൽ ഇസ്ലാമിക അഭയാർത്ഥികളെന്ന പേരിൽ കടന്നു വരുന്ന അധിനിവേശക്കാരെ അകറ്റി നിർത്തണമെന്നും പറഞ്ഞ മുഹമ്മദ് തൗഹീദിയുടെ വാക്കുകളെ അന്വർത്ഥമാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് യൂറോപ്പിലെ ഇസ്ലാമിക അഭയാർത്ഥികളുടെ ചരിത്രം. വിശേഷിച്ച് ഇപ്പോൾ ഫ്രാൻസിൻ്റെ പശ്ചാത്തലത്തിൽ അത് കൂടുതൽ ശ്രദ്ധേയമാകുന്നു എന്ന് മാത്രം. തങ്ങൾക്ക് അഭയം തന്ന രാജ്യത്തിൻ്റെ ഭരണഘടനയേക്കാൾ എന്തോ പ്രാധാന്യമുള്ളതാണ് തങ്ങളുടെ മതനിയമങ്ങളും അഭിപ്രായങ്ങളുമെന്നും തോന്നുന്നത് കൊണ്ട് രാജ്യം മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കാമെന്ന തീരുമാനത്തിലാണ് അവരിലെ തീവ്ര ചിന്താഗതിക്കാർ. ഫ്രാൻസിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നേറുകയും ഫ്രഞ്ച് ദേശീയതയ്ക്കൊപ്പം നിലകൊള്ളുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഈ മുന്നറിയിപ്പ് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഗൗരവത്തിൽ എടുത്ത് പ്രവർത്തിച്ചാൽ ലോകത്തിലെ പല വംശീയ പ്രശ്നങ്ങളും അതോടെ അവസാനിക്കും. അരനൂറ്റാണ്ടിനിടയിൽ 500-ലധികം പേർ ഫ്രാൻസിൽ വിവിധ തീവ്രവാദ അക്രമങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഔദ്യോഗിക കണക്ക്. ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ട്. അത് ഫ്രാൻസിലെ അൽ അക്യൂസ മോസ്കിലെ ഇസ്ലാമിക പുരോഹിതനായ വ്യക്തിയുടെ വാക്കുകളിലൂടെ അത് വ്യക്തമാകും. الذي نعول عليه بأنه لابد أن يكون هناك دولة للمسلمين. هذه الدولة تحمل الإسلام هداية ونور بالجهاد في سبيل الله عز وجل. تحمل هذه الرسالة وهذه الرحمة. وأصبحت على أسوار فيينا دولة الإسلام عاصمة النمسا ورفع فيها الأذان. ജിഹാദി പ്രവർത്തനത്തിലൂടെ ഫ്രാൻസിനെ 2050 ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാമെന്ന് അവർ തീവ്രമായി ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ആഗോള തീവ്രവാദികളുടെ ഒത്താശയോടെ കലാപകാരികൾ ഫ്രാൻസിനെ ചുട്ടരിക്കാമെന്ന് കരുതി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് മേയറുടെ വീട് പോലും അവർ ആക്രമിച്ച് തീയിട്ടു. എന്നാൽ സൈന്യത്തിനൊപ്പം ജനങ്ങളും ചേർന്ന് നടത്തിയ ശക്തമായ തിരിച്ചടികളിലൂടെ കലാപകാരികളുടെ നീക്കത്തെ ഫ്രാൻസ് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. പാലസ്തീനിൽ ഒരു ചെറിയ ഓലപ്പടക്കം വീണ് പൊട്ടുമ്പോൾ തന്നെ ചൂടൻ കവർ സ്റ്റോറുകൾ ചെയ്യുകയും പോരാഞ്ഞിട്ട് സമാന ചിന്താഗതിക്കാരെ ചാനലിൽ കൊണ്ടുവന്നിരുത്തി പലസ്തീൻ പീഡിതർക്ക് വേണ്ടി ഘോരഘോരം വാദിച്ച് പ്രൈം ടൈം കൊഴിപ്പിക്കുന്നവർക്കൊന്നും ഫ്രാൻസിലെ കുടിയേറ്റക്കാർ നടത്തുന്ന തെമ്മാടിത്തരങ്ങളെക്കുറിച്ച് ഇതുവരെയും ചർച്ച ചെയ്യാൻ തോന്നിയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. രാജ്യത്തിൻ്റെ അഖണ്ഡതയും ദേശീയതയും ശക്തമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തിലെ തീവ്ര വലതുപക്ഷ നേതാവായ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി കുടിയേറ്റക്കാർക്കെതിരെ രംഗത്ത് വന്നത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു തിരിച്ചറിവിന് കാരണമായിരിക്കുകയാണ്. അഭയം നൽകുന്ന രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്കും അഖണ്ഡതയ്ക്കും തുരങ്കം വെച്ചുകൊണ്ട് കടുത്ത ആഭ്യന്തര പ്രതിസന്ധികളും കലാപങ്ങളും ഉണ്ടാക്കുന്ന തീവ്ര ചിന്താഗതിക്കാരായ കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുവാനുള്ള നീക്കത്തിൽ യൂറോപ്പിൽ മെലോണിയെയും ഒരുപറ്റം യാഥാസ്ഥിതികരെയും പിന്തുണച്ച് തീവ്ര വലതുപക്ഷ കാറ്റ് ഇപ്പോൾ ആഞ്ഞു വീശുകയാണ്. അഭയാർത്ഥികളെ നീക്കം ചെയ്യാൻ കൂടുതൽ അധികാരം വേണമെന്ന് യൂറോപ്യൻ യൂണിയനിൽ ആവശ്യപ്പെട്ടത് കൂടാതെ ക്രൈസ്തവ ആധ്യാത്മികതയും രാജ്യത്തിൻ്റെ സുസ്ഥിരതയും കെട്ടുറപ്പും ലക്ഷ്യമാക്കി രാജ്യത്തെ നിലനിർത്താൻ കുടിയേറ്റക്കാരല്ല, മറിച്ച് ഇറ്റാലിയൻ പൗരന്മാർ രാജ്യത്ത് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണമെന്ന് മെലോണി പ്രസ്താവിച്ചിരിക്കുകയാണ്.
facendo entrare gli immigrati, come dice la sinistra. Io voglio che i figli li facciano le nostre famiglie, voglio che non siano un bene di lusso, voglio che le donne non debbano scegliere tra essere madri e avere un posto di lavoro, voglio che non vengano discriminate nei salari, voglio asili nido gratuiti. Voglio una nazione che dica quando metti al mondo un figlio mi stai facendo una cortesia. Non solo non te lo farò pagare, ma ti ringrazierò per questo. ദൈവം, കുടുംബം, പിതൃഭൂമി എന്നിവ മുറുകെ പിടിക്കുക എന്ന ആപ്തവാക്യം ഉയർത്തിയാണ് മെലോണി കഴിഞ്ഞ വർഷം അധികാരത്തിൽ വന്നത്. ജീവിത ചെലവ് കുറയ്ക്കുന്നതിന് നികുതി ഇളവ് ഉൾപ്പെടെ കുടുംബങ്ങളിൽ കൂടുതൽ കുട്ടികളുണ്ടാകാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ട നിരവധി നടപടികളാണ് മെലോണി ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗുണഫലം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇറ്റലിക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇറ്റലിയും ഹംഗറിയും പോളണ്ടുമൊക്കെ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും സ്വീകരിച്ചാൽ ഇന്ന് യൂറോപ്പ് നേരിട്ടുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഈ അധിനിവേശ തന്ത്രങ്ങളെ തകർത്ത് കളയുവാൻ സാധിക്കും. ഇംഗ്ലണ്ടിൽ പള്ളികൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയാണെന്നും അവയിൽ പലതും ബിയർ പബ്ബുകളാക്കി മാറ്റിയെന്നും ഇംഗ്ലണ്ടിലെ പര്യടനത്തിന് ശേഷം കണ്ണൂരിലെത്തി പാർട്ടി സഖാക്കളോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് CPM സെക്രട്ടറി ഗോവിന്ദൻ മാഷ്. ലോകമെമ്പാടും ദിനംപ്രതി ചരമഗതി പോകിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇംഗ്ലണ്ടിലെ ക്രൈസ്തവ സഭകളെ ഓർത്ത് കരയുന്നത് കാണുമ്പോൾ പാർട്ടി അടിമകളല്ലാത്തവർ ചിരിക്കണോ കരയണോ എന്നറിയാതെ കുഴങ്ങിപ്പോവുകയാണ്. ഇപ്പോൾ മലയാളികൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു പുതിയ പ്രവണത അവിടെ ഉണ്ട്. എന്താ, അവിടെയുള്ള ചെറുപ്പക്കാരികളാരും അവിടെ പോകുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല. അവിടെ പള്ളി മുമ്പ് ബുക്കാൻ വെച്ചിരിക്കും. 6.5 കോടിയാണ് ഒരു പള്ളിക്ക് വില. ഞാൻ നോക്കിയതാണ്, 6.5 കോടി വരെയുണ്ട് ഒരു പള്ളിക്ക്. ചെറിയ പള്ളിയാണ്, വലിയ പള്ളിയൊന്നുമല്ല, ചെറിയ പള്ളി. നമ്മുടെ കേരളത്തിൽ പോയ വിവിധ വിഭാഗമുണ്ടല്ലോ. കേരളത്തിൽ ഒരു ക്രിസ്ത്യാനികളുണ്ടല്ലോ, എത്ര തരം ക്രിസ്ത്യാനിയുണ്ട്. ഇവർക്കെല്ലാം ഓരോരുത്തർക്കും ഓരോ പള്ളി വേണം. ഇവരെല്ലാം പോകാൻ തുടങ്ങി. അവിടെ അവരാരും പോകുന്നില്ല, ഇവരെല്ലാം പോകുന്നു. പിന്നെ ജോലി പോലെ തന്നെയാണ് കന്യാസ്ത്രീ. ഇവിടുന്ന് ഫ്ലൈറ്റിന് പോകുമ്പോൾ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, എൻ്റെ അത്ര ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. എന്നിട്ടോ ഞാൻ അവിടെ എത്തി ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ സ്ത്രീ ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും, കന്യാസ്ത്രീയാണ്, തൊഴിൽ പോലെയായി. കന്യാസ്ത്രീ പോകുമ്പോൾ സാധാരണ നമ്മുടെ വേഷത്തിൽ പോയി, അവിടെ ജോലിക്ക് പോകുമ്പോൾ കന്യാസ്ത്രീൻ്റെ വേഷത്തിലായി. ജോലി കഴിഞ്ഞ് വീഴുന്നാൽ പിന്നെ സാധാരണ വേഷത്തിലായി. ഇതൊക്കെ സാമൂഹിക ജീവിതത്തിൽ വരുന്ന മാറ്റമാണ്. ഇംഗ്ലണ്ടുകാർ പള്ളിയിൽ പോകാറില്ലാത്തതിനാലാണ് പള്ളികൾ പബ്ബാക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. മാത്രമല്ല 6.5 കോടിക്ക് ഒരു പള്ളി വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നുവെന്നും ഇംഗ്ലണ്ടിൽ കന്യാസ്ത്രീകളുടെ സേവനം തൊഴിൽ പോലെയാക്കിയെന്നും വൈദികർ ശമ്പളക്കൂടുതൽ ആവശ്യപ്പെട്ട് സമരം നടത്തുന്നുവെന്നുമാണ് അഭിനവ പൊറ്റക്കാടിനെ പോലെ ഗോവിന്ദൻ്റെ യാത്രാവിവരണം. പറയുന്നത് ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ ചർച്ചിനെ കുറിച്ചാണെങ്കിലും ക്രൈസ്തവ സഭകളെ അടച്ചാക്ഷേപിച്ച് ഹരം കൊള്ളുന്ന ശൈലിയിലാണ് ഗോവിന്ദൻ്റെ തള്ള്. ഇംഗ്ലണ്ടിലെ ക്രൈസ്തവികതയെ ഇകഴ്ത്തുന്നതിന് മുമ്പ് സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ വർത്തമാനകാല പരിതാപസ്ഥിതിയെക്കുറിച്ച് ഗോവിന്ദൻ മാഷ് ഒന്ന് ഓർക്കുന്നത് നല്ലതായിരുന്നു. അതിനുള്ള വിവേകം കാണിക്കാതെ പള്ളി പബ്ബാക്കി മാറ്റിയെന്ന് നാടുനീളെ പാടിയ ഗോവിന്ദൻ CPMൻ്റെ പാർട്ടി ഓഫീസ് പശുത്തൊഴുത്താക്കി മാറ്റിയതടക്കമുള്ള ചില കാര്യങ്ങൾ മറന്നുപോയത് വലിയ കഷ്ടമായിപ്പോയി. 4 പതിറ്റാണ്ട് കാലം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച അവരുടെ ചെങ്കോട്ടയായിരുന്ന ബംഗാളിലെ CPMൻ്റെ പാർട്ടി ഓഫീസുകളിൽ പലതും ഇന്നിപ്പോൾ ചാണകവും വൈക്കോലും നിറഞ്ഞ അവസ്ഥയിലാണുള്ളത്. ഒരു കാലത്ത് പാർട്ടിയുടെ പ്ലീന പുരാണങ്ങൾ പ്രതിധ്വനിച്ച പാർട്ടി ഓഫീസ് മുറികളിൽ ഇപ്പോൾ നാട്ടുകാരുടെ പശുക്കളെ കെട്ടിയിട്ടിരിക്കുകയാണ്. ബംഗാളിലെ മറ്റ് സ്ഥലങ്ങളിലാകട്ടെ പാർട്ടി ഓഫീസുകൾ ഇപ്പോൾ ഇറച്ചിക്കടകളാണ്. വിശപ്പ് സഹിക്കാനാകാതെ നേതാക്കന്മാരിൽ പോലും പലരും പണി തേടി കേരളമടക്കമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പല ഹോട്ടലുകളിലും പൊറോട്ടയടിക്കുന്നത് പോലും
ബംഗാളിലെ പഴയ പാർട്ടി നേതാക്കളാണെന്ന് വരെയാണ് ട്രോളുകൾ ഇറങ്ങിയിട്ടുള്ളത്. ബംഗാളിൽ ചിലയിടങ്ങളിലാകട്ടെ പഴയ വിപ്ലവ വീര്യവും കൊണ്ട് നടന്നാൽ ജീവന് തന്നെ ഭീഷണിയുള്ള അവസ്ഥയാണുള്ളത്. അത്രയ്ക്കും വങ്കനാട്ടുകാർ കമ്മ്യൂണിസ്റ്റുകാരെ ആ ഭരണത്തെ വെറുത്തു കഴിഞ്ഞു. ഇത്തരം അധോഗതിയുടെ അഗാധ കൂപത്തിലേക്ക് നിബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പര്യവശേഷിപ്പിൻ്റെ അറ്റത്ത് നിന്ന് ക്രൈസ്തവികതയെ പരിഹസിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് ഓർക്കണം. പതിറ്റാണ്ടുകളോളം കമ്മ്യൂണിസ്റ്റുകൾ ഭരിച്ച പോളണ്ടിലെ ജനങ്ങൾക്കും കമ്മ്യൂണിസം മതിയായി. ഇന്നവിടെ ക്രൈസ്തവ വിശ്വാസം ശക്തമായി നിലകൊള്ളുകയാണ്. ക്രിസ്തു വിശ്വാസത്തിനും വിശ്വാസത്തിൻ്റെ ആചാരങ്ങൾക്കും പ്രഥമ സ്ഥാനം നൽകുന്നവരാണ് അവിടുത്തെ ജനതയിൽ ഭൂരിപക്ഷവും. കമ്മ്യൂണിസം തകർന്നടിഞ്ഞ് അവിടെ ക്രൈസ്തവ വിശ്വാസം ശക്തി പ്രാപിച്ചതിന് ഇനി എത്ര ഉദാഹരണങ്ങൾ വേണം? സോവിയറ്റ് റഷ്യ മുതൽ ഹംഗറി വരെ അതങ്ങനെ നീണ്ടുകിടക്കുകയാണ്. ലോകത്ത് കമ്മ്യൂണിസം എന്ന നിരീശ്വര പ്രത്യയശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് എക്കാലത്തും വിലങ്ങുതടിയായി നിന്നിട്ടുള്ളത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ക്രൈസ്തവ സഭകളാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൻ്റെ ശൂന്യതയിലേക്ക് ചക്രശ്വാസം വലിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസത്തിന് ക്രൈസ്തവ വിശ്വാസം ചതുർത്ഥിയായി തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ കേരളം പോലെ ക്രൈസ്തവ സമൂഹം ശക്തമായ ഒരു സംസ്ഥാനത്ത് ക്രൈസ്തവ വിശ്വാസത്തെ നേരിട്ട് ആക്രമിക്കുവാൻ ഭയമുള്ളതുകൊണ്ട് ഒളിയമ്പ് തൊടുത്ത് വിശ്വാസികൾക്കിടയിൽ തങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് അപകർഷതാബോധം ഉണ്ടാക്കുകയാണ് ബോധപൂർവമായ ഇത്തരം പ്രസ്താവനകളിലൂടെ. ആഗോള വ്യാപകമായി ക്രൈസ്തവ സമൂഹത്തിന് യാതൊരുവിധ തളർച്ചയും ഇല്ലെന്നറിയാമായിരുന്നിട്ടും ഇത്തരമൊരു പ്രസ്താവനയിലൂടെ ലക്ഷ്യമിട്ടത് ചിലരെ ഒന്ന് സുഖിപ്പിക്കുക എന്നുള്ളതായിരിക്കും. കഴിഞ്ഞ 2000 വർഷങ്ങളിൽ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടും കത്തോലിക്ക സഭ തകർന്നില്ല എന്ന് മാത്രമല്ല, സഭയെ തകർത്തെറിയാൻ ശ്രമിച്ച കമ്മ്യൂണിസത്തെ വേരോടെ മിക്ക രാജ്യങ്ങളിൽ നിന്നും പിഴുതെറിഞ്ഞ് അവിടെ പടർന്ന് പന്തലിക്കുകയും ചെയ്തു. ഗോർബച്ചേവിൻ്റെയും ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെയും കൂടിക്കാഴ്ചകൾക്ക് ശേഷം മാതാവിൻ്റെ ഒരു ചിത്രത്തിന് മുമ്പിൽ നടത്തിയ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസം തകർന്നടിഞ്ഞത് എന്നുള്ളതാണ് ചരിത്രം. ഇന്ന് ആ പ്രത്യയശാസ്ത്രം കേരളത്തിൽ മാത്രം കൈ ചുരുട്ടുവാനുള്ള വികാരമായി മാത്രം ഒതുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ക്രൈസ്തവ സഭകളുടെ തളർച്ചയെക്കുറിച്ച് പറഞ്ഞ് സ്വന്തം ദയനീയ മുഖം മറച്ചു പിടിക്കുകയല്ല ചെയ്യുന്നത്. റഷ്യയിലെയും പോളണ്ടിലെയും ജനങ്ങൾക്ക് പണ്ടേ ഉണ്ടായ വിവേകം അല്പം വൈകിട്ടാണെങ്കിലും ഇന്ത്യയിൽ ബംഗാളിലെയും ത്രിപുരയിലെയും ജനങ്ങൾക്ക് അതുണ്ടായിക്കഴിഞ്ഞു. ഇപ്പോഴിതാ കേരളത്തിലെ ജനങ്ങളും ആ തിരിച്ചറിവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തടയണ തീർക്കാൻ UK പര്യടന വിവരണം മതിയാകത്തില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിലെ ഭരണകൂടം തങ്ങളുടെ ഹിതാനുവർത്തികളല്ലാത്ത മാധ്യമങ്ങൾക്ക് നേരെ ഇപ്പോൾ ശക്തമായ നടപടികളെടുത്ത് കിരാതമായ പോലീസ് വാഴ്ചയ്ക്ക് കളമൊരുക്കി കൊടുത്തിരിക്കുകയാണ്. വിവിധ കാരണങ്ങൾ ചുമത്തി ഓൺലൈൻ മാധ്യമങ്ങളുടെ എഡിറ്റർമാരായ സുദർശൻ നമ്പൂതിരിയും സുമേഷ് മാർക്കോ പോളയും ജയിലിൽ കിടക്കുമ്പോൾ ദളിത് അട്രോസിറ്റി കേസിൽ പ്രതിയായ മറുനാടൻ എഡിറ്റർ ഷാജൻ സ്കറിയായെ തെരഞ്ഞ് പോലീസ് അദ്ദേഹത്തിൻ്റെ വീടും ഓഫീസും ജീവനക്കാരുടെ വീടുകളും അരിച്ചു പെറുക്കി റെയ്ഡ് നടത്തുകയാണ്. പോപ്പുലർ ഫ്രണ്ടിനെ NIA കേരളത്തിൽ നിന്ന് തൂത്തുകോരുമ്പോൾ പോലും റെയ്ഡിനിറങ്ങാൻ താല്പര്യം കാണിക്കാതിരുന്ന കേരള പോലീസ് ചരിത്രത്തിൽ ആദ്യമായി മറുനാടൻ്റെ ഓഫീസിലെ ക്യാമറകളും കമ്പ്യൂട്ടറുകളും അടക്കം സകലതും തൂത്തുകൂട്ടി കൊണ്ടുപോയി. BJPക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് മാധ്യമ വേട്ടയും ഫാസിസവുമാണെന്ന് നാഴികയ്ക്ക് 40 വട്ടവും പറയുന്ന ഇടതന്മാർ ഇപ്പോൾ മറുനാടനെതിരെ കാട്ടുന്നത് ഫാസിസ്റ്റ് ബീഭത്സതയുടെ പരകോടിയാണ്. മറുനാടൻ്റെ ഓഫീസ് പോലീസ് അരിച്ചു പെറുക്കിയതോടെ കേന്ദ്ര IT മന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശക്തമായി രംഗത്ത് വന്നു കഴിഞ്ഞു. Recent example of using the police raiding offices and homes of journalists to silence a YouTube channel when the matter is in court
and when the person has appealed to the Supreme Court. This is a YouTube channel called Marunaran Malayali. The gentleman is Shajan Skaria. And to use this type of blatant intimidation from a person, Chief Minister and a government who, by the way, criticized our government for banning BBC's documentaries and talked about free speech. So in our country, if there is hypocrisy and double standards about freedom of speech, if there is a continuing politics of threat and intimidation, it is represented by the left and the Marxist government in Kerala. അതോടെ മാധ്യമങ്ങൾ പലതും മൗനം വെടിഞ്ഞ് പ്രതികരിക്കാൻ തുടങ്ങി. മറുനാടൻ വേട്ട ഒരു ദേശീയ പ്രശ്നമായും മനുഷ്യാവകാശ ലംഘനമായും ഇന്ന് ഉയർന്നു വന്നിരിക്കുകയാണ്. ടെലഗ്രാഫും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസും ഇതേക്കുറിച്ച് എഡിറ്റോറിയലുകൾ എഴുതുകയും ചെയ്തു. ഭരണത്തിന് ഭ്രാന്തിളകുന്നു എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് ചാനൽ മറുനാടൻ വേട്ട വിശദമായി തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി. മാധ്യമ ഉടമയ്ക്കോ എഡിറ്റർക്കോ എതിരെ കേസുണ്ടെങ്കിൽ മാധ്യമ സ്ഥാപനം കേരള പോലീസ് അടച്ചുപൂട്ടുമോ? ജീവനക്കാരെ വീട് കയറി ഭീഷണിപ്പെടുത്താനും കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുക്കാനും പോലീസിന് എന്ത് അധികാരമാണുള്ളത്? കേരള പോലീസ് ഭരണ പാർട്ടിയുടെ കൊട്ടേഷൻ സംഘമാണോ? അസാധാരണമായ നിയമവിരുദ്ധമായ നടപടികൾക്ക് പോലീസ് തയ്യാറാകുമ്പോൾ സംസ്ഥാനത്തെ പോലീസ് മന്ത്രി മൗനം തുടരുകയാണോ? ജനം ടിവിയും ആദ്യം തന്നെ ആ വിഷയത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകി അന്തിച്ചർച്ച സംഘടിപ്പിച്ചു. കേരളത്തിൻ്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവദേക്കറും പ്രതിപക്ഷ നേതാവ് VD സതീശനും മറുനാടൻ വേട്ടയ്ക്കെതിരെ രംഗത്ത് വന്നപ്പോൾ KPCC പ്രസിഡന്റ് K സുധാകരൻ മറുനാടന് കോൺഗ്രസ് സംരക്ഷണം ഒരുക്കുമെന്നും മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാമൂഹിക വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുന്ന തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയും ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിലും മറുനാടൻ വേട്ടയ്ക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ വിഷയം ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ചയ്ക്കെടുത്തപ്പോൾ ഫാദർ ജോൺസൺ പാലപ്പള്ളി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. മറുനാടിനെ പോലെയുള്ള ഈ മാധ്യമങ്ങളെ ജനങ്ങൾ ഹൃദയത്തിലേറ്റുവാനായിട്ടുള്ള കാരണം ഇടയ്ക്ക് അവർക്ക് നാവുകയുടെ പറ്റും. തീർച്ചയായിട്ടും അവർ സത്യം, നിഷ്പക്ഷമായ സത്യം വിളിച്ചു പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എത്രയോ പേരാണ് വാർത്ത അറിയാനായിട്ട് മറുനാടിനെ മാത്രം ആശ്രയിക്കുന്നത്. അങ്ങനെ എത്രയോ മലയാളികൾ ഏറ്റുപറഞ്ഞു. ഇപ്പൊ തന്നെയാണെങ്കിലും ഈ വിവാദം ഉണ്ടാകുമ്പോൾ പോലും മറുനാടിന്റെ ഗ്രാഫ് കുതിച്ചുയരുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ മറുനാടിനെ സ്വീകാര്യത ഇല്ലായിരുന്നെങ്കിൽ ഈ വിവാദം ഉണ്ടായപ്പോഴേക്കും ഒക്കെ മറുനാടിനെ ജനം കൈവിടുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ മറുനാടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ നാനാ തുറയിൽ നിന്നുള്ള ആൾക്കാര് ക്യൂ നിൽക്കുകയാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മറുനാടനെ പോലെയുള്ളവരുടെ എണ്ണം ഈ സമൂഹത്തിൽ കൂടി വരണമെന്നും മറുനാടൻ യുഗം അവസാനിക്കരുത് എന്നും ഈ മറുനാടൻ യുഗം അവസാനിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ മുളച്ചു പോകുന്നത് അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരാൻ പോകുന്ന അഴിമതിയും അരാജകത്വത്തിനൊക്കെ അതിർവരം വിടാനായിട്ട് ചോദ്യം ചെയ്യാനായിട്ട് ഈ നാട്ടിൽ ആരും ഉണ്ടാവുകയില്ല എന്നുള്ളൊരു സൂചനയാണിത്. സുപ്രീം കോടതി ഷാജൻ സ്കറിയായുടെ ഹർജി ഫയലിൽ സ്വീകരിച്ചതിനാൽ അതിലേക്ക് കണ്ണു നട്ടാണ് മാധ്യമലോകം മുഴുവൻ ഇപ്പോൾ ആയിരിക്കുന്നത്. സത്യത്തിനും നീതിക്കും വേണ്ടി സംസാരിക്കുന്ന ഒരു മാധ്യമത്തെയും നിശ്ചലമാക്കാനുള്ള ഒരു നീക്കങ്ങളും വിജയിക്കത്തില്ല തന്നെ. അന്തിമമായി സത്യം മാത്രമേ വിജയിക്കൂ. പദവിക്ക് ചേരാത്ത വെല്ലുവിളികളും നിലവാരമില്ലാത്ത പദപ്രയോഗങ്ങളുമായി അധികാരത്തിൻ്റെ പിൻബലത്തിൽ ചില MLA-മാർ നടത്തുന്ന എല്ലാത്തരം ഹീനമായ നീക്കങ്ങളും ശിഥിലമാകുക തന്നെ ചെയ്യും. സർക്കാരിനെ പ്രതിനിധാനം ചെയ്യുന്ന ഈ MLA-മാർ സ്വയം പരിഹാസ്യരായി തീരുന്നു എന്ന് മാത്രമല്ല, പൊതുജനമധ്യത്തിൽ സർക്കാരിനെ വീണ്ടും അവഹേളിക്കുകയാണെന്ന് LDF നേതൃത്വം തിരിച്ചറിയുകയും ഇവർക്ക് കടിഞ്ഞാണിടുകയും ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ബംഗാളിലെ പാർട്ടിയുടെ സ്ഥിതി കേരളത്തിൽ സംഭവിക്കാൻ അധിക കാലമൊന്നും വേണ്ടി വരില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ന്യൂസ് കാൻ സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച.